ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2020 ഓഗസ്റ്റ് മാസത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ 11ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 30 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: MV വാക്കിഷാവ് എന്ന കപ്പലിൽ നിന്നുണ്ടായ ഇന്ധന ചോർച്ചയെ തുടർന്ന് ഏത് രാജ്യത്തിലാണ് പരിസ്ഥിതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? മൗറീഷ്യസ്. മൗറീഷ്യസിൻ്റെ ക്യാപിറ്റൽ പോർട്ട് ലൂയിസ് ആണ്. കറൻസി മൗറീഷ്യൻ റുപ്പി. മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി പ്രവീന്ദ് ജുഗനോത്താണ്. MV വക്കാഷിയോ എന്ന കപ്പലിൽ നിന്നുണ്ടായ ഇന്ധന ചോർച്ചയെ തുടർന്ന് ഏത് രാജ്യത്തിൽ ആണ് പരിസ്ഥിതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? മൗറീഷ്യസ്. മൗറീഷ്യസിൻ്റെ ക്യാപിറ്റൽ പോർട്ട് ലൂയിസ്. കറൻസി മൗറീഷ്യൻ റുപ്പി. മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി പ്രവീന്ദ് ജുഗനോത്ത്. രണ്ടാമത്തെ ചോദ്യം: ഹരിത ട്രിബ്യൂണൽ വിധി പ്രകാരം പുതിയ ക്വാറികൾക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ട കുറഞ്ഞ ദൂരപരിധി എത്രയാണ്? 200 മീറ്റർ. ഹരിത ട്രിബ്യൂണൽ വിധി പ്രകാരം പുതിയ ക്വാറികൾക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്ററാണ്. മൂന്നാമത്തെ ചോദ്യം: പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം നിർബന്ധിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രായം 3 മുതൽ 18 വയസ്സ് വരെയാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം നിർബന്ധിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രായം 3 മുതൽ 18 വയസ്സ് വരെയാണ്. നാലാമത്തെ ചോദ്യം: 2020 CSIR യങ് സയൻറ്റിസ്റ്റ് അവാർഡ് ജേതാവ് ആരാണ്? സൂരജ് സോമൻ. യഥാർത്ഥത്തിൽ ചോദ്യത്തിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് കുറച്ചധികം ആളുകൾക്ക് നൽകുന്ന ഒരു അവാർഡാണ്. 50,000 രൂപയും ഫലകവുമാണ് ഈ അവാർഡിന് നൽകുന്നത്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് CSIRൻ്റെ പൂർണ്ണരൂപം. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഇത് ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, എർത്ത്, അറ്റ്മോസ്ഫിയർ, ഓഷൻ ആൻഡ് പ്ലാനറ്ററി സയൻസ്, എഞ്ചിനീയറിംഗ് സയൻസസ് ആൻഡ് ഫിസിക്കൽ സയൻസസ് എന്നീ മേഖലകളിലാണ് അവാർഡ് നൽകുന്നത്. ബയോളജിക്കൽ സയൻസസ് വിഭാഗത്തിൽ ദബോജ്യോതി ചക്രവർത്തിക്കും ഡോക്ടർ വന്ദന ജയ്സ്വാളിനുമാണ് ഈ വർഷം അവാർഡ് നൽകിയിട്ടുള്ളത്. കെമിക്കൽ സയൻസിനാണ് സൂരജ് സോമന് അവാർഡ് നൽകിയിട്ടുള്ളത്. ആ ചോദ്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്. കെമിക്കൽ സയൻസസ് വിഭാഗത്തിലാണ് ഡോക്ടർ സൂരജ് സോമന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. എർത്ത്, അറ്റ്മോസ്ഫിയർ, ഓഷൻ ആൻഡ് പ്ലാനറ്ററി സയൻസിൽ ഡോക്ടർ ജഗദീശൻ ലോകനാഥനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് സയൻസിൽ ഡോക്ടർ ഇന്ദു എലിസബത്ത് ആൻഡ് ഡോക്ടർ മനോജ് കുമാർ പട്ടേലിനാണ് അവാർഡ് ലഭിച്ചത് എന്നും ഓർത്തു വെക്കുക. 2020 CSIR യങ് സയൻറ്റിസ്റ്റ് അവാർഡ് ജേതാക്കളുടെ പേരുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബയോളജിക്കൽ സയൻസസ് വിഭാഗത്തിൽ ദബോജ്യോതി ചക്രവർത്തി ആൻഡ് വന്ദന ജയ്സ്വാൾ. കെമിക്കൽ സയൻസ് വിഭാഗത്തിൽ സൂരജ് സോമൻ. എർത്ത്, അറ്റ്മോസ്ഫിയർ, ഓഷൻ ആൻഡ് പ്ലാനറ്ററി സയൻസസിൽ ഡോക്ടർ ജഗദീശൻ ലോകനാഥൻ. എഞ്ചിനീയറിംഗ് സയൻസസിൽ ഇന്ദു എലിസബത്ത് ആൻഡ് ഡോക്ടർ മനോജ് കുമാർ പട്ടേൽ. 50,000 രൂപയും ഫലകവുമാണ് അവാർഡ്. അഞ്ചാമത്തെ ചോദ്യം: ബെലാറസിൻ്റെ പ്രസിഡൻ്റായി വീണ്ടും നിയമിതനായത് ആരാണ്? ബെലാറസ് എന്നും ബലറേഷ്യൻ എന്നും ഒക്കെ പറയുന്നുണ്ട്. ബെലാറസിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായത് ആരാണ്? അലക്സാണ്ടർ ലുക്കൻഷെങ്കോ. അലക്സാണ്ടർ ലുക്കൻഷെങ്കോ ആണ് ബെലാറസിൻ്റെ അല്ലെങ്കിൽ ബലറേഷ്യൻ്റെ പുതിയ പ്രസിഡൻറ്റ്. യൂറോപ്യൻ കൺട്രിയാണ് ബലറേഷ്യൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ CRH റൂമൻസ് ആണ്. ഈ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ മിൻസ്ക് ആണ്. കറൻസി റഷ്യൻ റൂബിൾ അല്ലെങ്കിൽ ബലറേഷ്യൻ റൂബിളാണ്. ഒഫീഷ്യൽ ലാംഗ്വേജസ് ബലറേഷ്യൻ, റഷ്യൻ എന്നിവയാണ്.
യൂറോപ്യൻ കൺട്രിയാണ് ബെലറേഷ്യ എന്നത്. അവിടുത്തെ പ്രസിഡൻ്റാണ് അലക്സാണ്ടർ ലുക്കൻഷെങ്കോ. പ്രൈം മിനിസ്റ്റർ CRH റൂമനാണ്. ക്യാപിറ്റൽ മിൻസ്ക് ആണ്. കറൻസീസ് റഷ്യൻ റൂബിൾ ആൻഡ് ബെലറേഷ്യൻ റൂബിൾ ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ബെലറേഷ്യനും റഷ്യനുമാണ്. 6ാമത് ചോദ്യം, മൗറിറ്റാനിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? മുഹമ്മദ് ഓൾഡ് ബിലാലാണ് മൗറിറ്റാനിയയുടെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായത്. മൗറിറ്റാനിയയുടെ ക്യാപിറ്റൽ നോക്ചോട്ടാണ്. ഒരു ആഫ്രിക്കൻ കൺട്രിയാണ് മൗറിറ്റാനിയ. നോക്ചോട്ടാണ് മൗറിറ്റാനിയയുടെ ക്യാപിറ്റൽ. മുഹമ്മദ് ഓൾഡ് ബിലാലാണ് മൗറിറ്റാനിയയുടെ പുതിയ പ്രധാനമന്ത്രി. ഇതൊരു ആഫ്രിക്കൻ കൺട്രിയാണ്. 7ാമത് ചോദ്യം, വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ സ്വയം പര്യാപ്തതയും തൊഴിൽ ലഭ്യതയും ഉറപ്പാക്കുന്നതിനായി ഇന്ദിര വൻ മിത്തൻ യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ സ്വയം പര്യാപ്തതയും തൊഴിൽ ലഭ്യതയും ഉറപ്പാക്കുന്നതിനായി ഇന്ദിര വൻ മിത്തൻ യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. 8ാമത്തെ ചോദ്യം, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഫ്ലിപ്കാർട്ട് ആരംഭിച്ച ആദ്യ ആക്സിലറേറ്റർ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിൻ്റെ പേര് എന്താണ്? ഫ്ലിപ്കാർട്ട് ലീപ്പ്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഫ്ലിപ്കാർട്ട് ആരംഭിച്ച ആദ്യ ആക്സിലറേറ്റർ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിൻ്റെ പേരാണ് ഫ്ലിപ്കാർട്ട് ലീപ്പ് എന്നത്. 9ാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാർ നഗരവികസന പദ്ധതിയായ അമൃത് അഥവാ അടൽ മിഷൻ ഫോർ റിജുനവേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ സ്കീമിൽ ടോപ്പ് പെർഫോമറായ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. കേന്ദ്ര സർക്കാർ നഗരവികസന പദ്ധതിയായ അമൃതിൽ ടോപ്പ് പെർഫോമറായ സംസ്ഥാനം ഒഡീഷയാണ്. 10ാമത്തെ ചോദ്യം, അടുത്തിടെ ഫുഡ് സിസ്റ്റംസ് വിഷൻ 2050 പ്രൈസ് കരസ്ഥമാക്കിയ ഇന്ത്യൻ സംഘടന ഏതാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഫസായ് എന്ന് പറയുന്നതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നത്. അടുത്തിടെ ഫുഡ് സിസ്റ്റം വിഷൻ 2050 പ്രൈസ് കരസ്ഥമാക്കിയ ഇന്ത്യൻ സംഘടന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. നമുക്ക് പല പാക്കറ്റിലും കാണാൻ കഴിയുന്നൊരു വാക്കാണ് FSSAI എന്നത്. ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ്. ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൻ്റെ മുകളിലൊക്കെ കാണാൻ കഴിയുന്നൊരു വാക്കാണത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. 11ാമത്തെ ചോദ്യം, ICC മെൻസ് T20 വേൾഡ് കപ്പ് 2021 വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. T20 വിമൻസ് വേൾഡ് കപ്പ് 2022 വേദിയാകുന്ന രാജ്യം ഓസ്ട്രേലിയയും. ICC മെൻസ് T20 വേൾഡ് കപ്പ് 2021 വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. വുമൻസ് വേൾഡ് കപ്പിന് വേദിയാകുന്നത് 2022 ഓസ്ട്രേലിയയാണ്. ഈ ചോദ്യങ്ങൾ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്, ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. 12ാമത് ചോദ്യം, ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ ഭാരത് സപ്താഹ് എന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ ഭാരത് സപ്താഹ് എന്നത്. 13ാമത് ചോദ്യം, വേൾഡ് ബയോഫ്യൂവൽ ഡേ 2020 പ്രമേയം എന്താണ്? ബയോഫ്യൂവൽ ടുവേർഡ്സ് ആത്മനിർഭർ ഭാരത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 10 വേൾഡ് ബയോഫ്യൂവൽ ഡേ ആയി ആചരിക്കുന്നത്. വേൾഡ് ബയോഫ്യൂവൽ ഡേ 2020 പ്രമേയം ബയോഫ്യൂവൽസ് ടുവേർഡ്സ് ആത്മനിർഭർ ഭാരത് എന്നതാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 10 വേൾഡ് ബയോഫ്യൂവൽ ഡേ ആചരിക്കുന്നത്. 14ാമത്തെ ചോദ്യം, അടുത്തിടെ ബഫർ മെയിൻ സഫർ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ ഉയർത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം.
അടുത്തിടെ ബഫർ മെയിൻ സഫർ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളെയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ ഉയർത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 15ാമത് ചോദ്യം, പെറുവിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി ആരാണ്? വാൾട്ടർ മാർട്ടോസ്. വാൾട്ടർ റോജർ മാൾട്ടോസ് റിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. വാൾട്ടർ റോജർ മാൾട്ടോസ് റിസ് എന്നതാണ് പെറുവിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വാൾട്ടർ മാർട്ടോസിൻ്റെ മുഴുവൻ പേര്. സൗത്ത് അമേരിക്കൻ കൺട്രിയാണ്, അതായത് തെക്കേ അമേരിക്കൻ രാഷ്ട്രമാണ് പെറു. പെറുവിൻ്റെ ക്യാപിറ്റൽ ലിമയാണ്. പെറുവിൻ്റെ ക്യാപിറ്റൽ ലിമ ഒരു സൗത്ത് അമേരിക്കൻ കൺട്രിയാണ്. 16ാമത് ചോദ്യം, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അഥവാ KVICയുടെ ആദ്യ സിൽക്ക് ട്രെയിനിങ് കം പ്രൊഡക്ഷൻ സെൻറ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ KVICയുടെ ആദ്യ സിൽക്ക് ട്രെയിനിങ് കം പ്രൊഡക്ഷൻ സെൻറ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. 17ാമത് ചോദ്യം, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ ആനുകൂല്യങ്ങൾ ഒഴിവാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഗുജറാത്താണ്. സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ ആനുകൂല്യങ്ങൾ ഒഴിവാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഗുജറാത്താണ്. 18ാമത് ചോദ്യം, ലോക സിംഹദിനം എന്നാണ്? ഓഗസ്റ്റ് 10. സിംഹങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആചരിക്കുന്ന ദിവസമാണ് ലോക സിംഹദിനം. ലോക സിംഹദിനം അഥവാ വേൾഡ് ലയൺസ് ഡേ ആയി ആചരിക്കുന്നത് ഓഗസ്റ്റ് 10 സിംഹങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. അവിടെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് എന്നൊരു വരി അവിടെ കിടക്കുന്നുണ്ട്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഓർത്ത് വെക്കുക. 19ാമത് ചോദ്യം, സബ്മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ കണക്ഷൻ ബന്ധിപ്പിക്കുന്നത് ഏത് ദ്വീപ് സമൂഹത്തെയാണ്? ആൻഡമാൻ നിക്കോബർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സബ്മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ കണക്ഷൻ ബന്ധിപ്പിക്കുന്നത് ഏത് ദ്വീപ് സമൂഹവുമായാണ്? ആൻഡമാൻ നിക്കോബർ. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 20ാമത് ചോദ്യം, പാരിസ്ഥിതിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദ്വീപ് രാഷ്ട്രം ഏതാണ്? മൗറീഷ്യസ്. ജാപ്പനീസ് കപ്പൽ MV വക്കാഷിയോ പവിഴപ്പുറ്റിൽ ഇടിച്ചുണ്ടായ എണ്ണ ചോർച്ചൽ തുടർന്നാണ് ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പാരിസ്ഥിതിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഈ ചോദ്യം തന്നെയാണ് ശരിക്കും ആദ്യത്തെ ചോദ്യവും. പാരിസ്ഥിതിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദ്വീപ് രാഷ്ട്രമാണ് മൗറീഷ്യസ്. ജാപ്പനീസ് കപ്പലായ MV വക്കാഷിയോ പവിഴപ്പുറ്റിൽ ഇടിച്ച് കടലിൽ എണ്ണ ചോരുന്നത് മൂലമാണ് പാരിസ്ഥിതിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 21ാമത് ചോദ്യം, ICCയുടെ ഇൻ്റർനാഷണൽ പാനൽ ഓഫ് അമ്പയർസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? KN അനന്തപത്മനാഭൻ. മുൻ രഞ്ജി ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം. ICCയുടെ ഇൻ്റർനാഷണൽ പാനൽ ഓഫ് അമ്പയർസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? KN അനന്തപത്മനാഭൻ. മുൻ രഞ്ജി ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം. ICCയുടെ പൂർണ്ണരൂപം എന്താണ് എന്നത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. 22ാമത്തെ ചോദ്യം, ലോക പരമ്പരാഗത മനുഷ്യദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9. തീം COVID-19 ആൻഡ് ഇൻഡിജിനസ് പീപ്പിൾസ് റെസിലിയൻസ് എന്നതാണ്. ലോക പരമ്പരാഗത മനുഷ്യദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. 2020 ഈ ദിവസത്തിൻ്റെ തീം എന്നത് COVID-19 ആൻഡ് ഇൻഡിജിനസ് പീപ്പിൾസ് റെസിലിയൻസ് എന്നതാണ്. 23ാമത്തെ ചോദ്യം, കരിപ്പൂർ വിമാനാപകടത്തിൽ ഇന്ത്യയോട് അനുശോചനം ട്വിറ്ററിലൂടെ അറിയിച്ച ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി ആരാണ്? KN ജസ്റ്റർ. കരിപ്പൂർ വിമാനാപകടത്തിൽ ഇന്ത്യയോട് അനുശോചനം ട്വിറ്ററിലൂടെ അറിയിച്ച ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി KN ജസ്റ്ററാണ്. 24ാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഈയിടെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന ക്യാമ്പയിൻ ഏത് നിയമത്തിന് എതിരെയുള്ളതാണ്? EIA എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഡ്രാഫ്റ്റ് 2020 എന്ന നിയമത്തിനെതിരായിട്ടുള്ളതാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഈയിടെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന
ക്യാമ്പയിൻ ഈ നിയമത്തിന് എതിരെയുള്ളതാണ്. EIA എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഡ്രാഫ്റ്റ് 2020. 25ാമത് ചോദ്യം. ആത്മനിർഭർ ഭാരത് അഭിയാൻ്റെ ഭാഗമായി അഗർബത്തി നിർമ്മാണ മേഖലയെ ശാക്തീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അഥവാ KVICയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഖാദി അഗർബത്തി ആത്മനിർഭർ മിഷൻ. ആത്മനിർഭർ ഭാരത് അഭിയാൻ്റെ ഭാഗമായി അഗർബത്തി നിർമ്മാണ മേഖലയെ ശാക്തീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അഥവാ KVICയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഖാദി അഗർബത്തി ആത്മനിർഭർ മിഷൻ എന്നത്. 26ാമത് ചോദ്യം. ആഗോളതലത്തിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനായി ആമസോൺ INC നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് പ്രൊജക്റ്റ് കൈപ്പർ എന്നത്. ആഗോളതലത്തിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനായി ആമസോൺ INC നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് പ്രൊജക്റ്റ് കൈപ്പർ എന്നത്. 27ാമത് ചോദ്യം. 2020 ഓഗസ്റ്റ് മാസത്തിൽ അർഹരായവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികൾ ലഭ്യമാക്കുന്നതിനായി പരിവാർ പെഹ്ചാൻ പാത്ര യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. 2020 ഓഗസ്റ്റ് മാസത്തിൽ അർഹരായവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികൾ ലഭ്യമാക്കുന്നതിനായി പരിവാർ പെഹ്ചാൻ പാത്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ്. 28ാമത് ചോദ്യം. ഇന്ത്യയിൽ പുതുതായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഥവാ IIM നിലവിൽ വരുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ പുതുതായി IIM നിലവിൽ വരുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. 29ാമത് ചോദ്യം. COVID-19 രോഗികളെ പരിചരിക്കുന്നതിനായി IIT മദ്രാസ്, ഹെലിക്സോൺ എന്നിവർ ചേർന്ന് ആരംഭിച്ച ഉപകരണത്തിൻ്റെ പേര് OxyTru എന്നതാണ്. COVID-19 രോഗികളെ പരിചരിക്കുന്നതിനായി IIT മദ്രാസ്, ഹെലിക്സോൺ എന്നിവർ ചേർന്ന് ആരംഭിച്ച ഉപകരണത്തിൻ്റെ പേര് OxyTru എന്നതാണ്. 30ാമത് ചോദ്യം ഈ വീഡിയോയിൽ അവസാനത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ വിവിധ ഭാഷകളിലായി മോർ ടുഗദർ എന്ന കൺസ്യൂമർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആരംഭിച്ച കമ്പനി ഫേസ്ബുക്കാണ്. ഇന്ത്യയിൽ വിവിധ ഭാഷകളിലായി മോർ ടുഗദർ എന്ന കൺസ്യൂമർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആരംഭിച്ച കമ്പനി ഫേസ്ബുക്കാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നും ഞാൻ റിവിഷൻ വച്ചിട്ടില്ല. സൗണ്ട് ശരിയായിട്ടില്ല. ശബ്ദത്തിനും തൊണ്ടയ്ക്കും പ്രശ്നമുള്ളത് കൊണ്ട് റിവിഷൻ കൺസെപ്റ്റിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ശരീരം ശരിയാവുന്ന സമയത്ത് നമുക്ക് വീണ്ടും റിവിഷൻ തുടങ്ങാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.